നമസ്കാരം. നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. നമ്മുടെ ഭൗതികമായ സുഖങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ആഗ്രഹ പൂർത്തീകരണങ്ങൾ, അതുമാത്രം. പക്ഷെ നമുക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ചിന്തിക്കുന്ന ചില സ്വാർത്ഥതകളുള്ളവരുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ആദ്യം നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. നമ്മുടെ മുമ്പിലുള്ള ഏണിപ്പടികൾ, നമുക്ക് കയറിപ്പോകേണ്ട വഴികൾ, ആ വഴികളുടെ ഏറ്റവും ഉയരത്തിൽ ചെന്ന് നമുക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റും, അപ്പോഴനുഭവിക്കുന്ന സുഖകരമായൊരവസ്ഥ, ഇതൊക്കെയാണ് സാധാരണ യൂഷ്വൽ മനുഷ്യർ അല്ലേ. ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ വളരെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾ, എന്നെ എവിടെ ചെന്നാലും 10 പേരറിയണം, ആഗ്രഹം, പ്രശസ്തിയോടുള്ള എൻ്റെ കമ്പം, അങ്ങനെ എനിക്ക് എഴുത്തുകാരനാകണം, എനിക്ക് സിനിമയുമായിട്ട് ബന്ധമുണ്ടാകണം, ഇങ്ങനെയൊക്കെയുള്ള കുട്ടിക്കാലത്തെ ആഗ്രഹങ്ങൾ വളർന്ന് ആ ആഗ്രഹത്തിന് ആരെങ്കിലും ഇടങ്കോലിട്ട് നിന്നാൽ അതിനെ അതിജീവിക്കാനായിട്ടുള്ള മനസ്സ്, ഇതൊക്കെ നമ്മൾ ഒരാളുടെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരാൾ കള്ളനാകണമെന്നൊരു നിയോഗമുണ്ടെങ്കിൽ അവൻ കള്ളനാകും. അത് അവൻ്റെ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരാൾ ഇന്ന ഗർഭാശയത്തിൽ ജനിച്ച് ഇങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ അവനെ എത്ര താലോലിച്ച് വളർത്തിയാലും, എത്ര നല്ല മാതാപിതാക്കൾ അവനെ നല്ല രീതിയിൽ വഴി നടത്തിയാലും, അവൻ്റെ പൂർവ്വജന്മമായിട്ട് അവൻ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് അവൻ ചെന്ന് കയറും. അതങ്ങനെയാണ്. ഓരോരുത്തരുടെ കാര്യം അങ്ങനെയാണ്. ഞാനിങ്ങനെ എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന, ഇല്ലെങ്കിൽ കുട്ടിക്കാലത്ത് എനിക്കൊപ്പം ഉണ്ടായിരുന്ന ബഹുമിടുക്കന്മാരായിരുന്ന പലരെക്കുറിച്ചും പിൻകാലത്ത് കണ്ടപ്പോൾ ഞാൻ ഇവരെന്താകും എന്ന് ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. ഇവരൊക്കെ എന്തായിത്തീരും, ഇവരൊക്കെ മിടുക്കന്മാരായിത്തീരും, ഇവരൊക്കെ ഇന്നതായിത്തീരും. അതിൻ്റെ ഏറ്റവും വലിയ മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിലാണ്. അന്ന് SFIക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു, മോനെ വോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി. 5ാം ക്ലാസ്സിലാണ് നമ്മളൊക്കെ. അന്ന് സ്കൂൾ ലീഡർ എങ്ങാണ്ടായിരുന്നു ഞാൻ. മണ്ടന്മാരുടെ ഒരു ലോകത്ത് ജീവിച്ച ഒരാളാണ്. അപ്പോൾ ആ ക്ലാസ്സിലെ ഏറ്റവും ബുദ്ധിയുള്ളവൻ ഞാനാകുമ്പോൾ എന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ ലീഡറാക്കാം താൽക്കാലികമായിട്ട്. അത് മണ്ടനാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്ത് കളയും. അങ്ങനെ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. ഒരു സുദീപ് എന്ന് പറഞ്ഞ KSUവിലെ ഒരാൾ വന്നു. അദ്ദേഹം സൗമ്യനാണ്. അദ്ദേഹത്തിൻ്റെ മുഖം ഇപ്പോഴും നമ്മൾ ഓർക്കും. മോഹൻലാൽ പിന്നെ നടനായിട്ട് നമ്മുടെ മോഡൽ സ്കൂളിൽ അതിന് പിന്നീട് ഞാൻ ബെസ്റ്റ് ആക്ടറൊക്കെ ഡിസ്ട്രിക്ട് ഫിലിം സൈറ്റിലൊക്കെ ബെസ്റ്റ് ആക്ടർ ആകുകയൊക്കെ ചെയ്തു. മോഡൽ സ്കൂളിൽ ബെസ്റ്റ് ആക്ടർ ഒക്കെ ചെയ്തു. ലാലേട്ടൻ നാടകമൊക്കെ അഭിനയിക്കുന്നുണ്ട്. നന്നായിട്ട് അഭിനയിച്ച് അന്നേ ആ ടാലൻറ്റ് നമ്മൾ പ്രകടിപ്പിക്കുക. എവിടെയാണോ ചെന്ന് എത്തപ്പെടേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മൾ ചെന്ന് എത്തപ്പെടാനായിട്ട് ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും. അതിന് കഠിനാധ്വാനം വേണം. ഇപ്പോൾ എനിക്ക് നല്ല ഭാഗ്യമുണ്ട്, എനിക്ക് ശുക്രദശയാണെന്നോ നമ്മളിങ്ങനെ ഇരുന്ന് നമ്മളവിടെ ഇരിക്കത്തേ ഉള്ളൂ. ശുക്രൻ തന്നെ എല്ലാ ഗ്രഹങ്ങളും കടന്നു പോകുന്ന വഴികളിൽ, ആ വഴികൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. എനിക്ക് നല്ല ശുക്രനാണ്, ഞാനൊരു ലോട്ടറി എടുത്തു, ഞാനില്ലെങ്കിൽ ആ ഒരു ഉഗ്ര പ്രത്യങ്കര പരിഹാരം ചെയ്തു. ആ പരിഹാരം ചെയ്തുകൊണ്ട് എനിക്ക് നാളെ ഒരുത്തനെ കുരിച്ച് നിർത്തി ഇടിക്കാം. എന്നെ പണ്ട് അവൻ ബ്ലേഡ് വെച്ച് പോന്തിയിട്ടുണ്ടെന്ന് ഞാൻ ഇടിക്കാൻ ചെന്നാൽ നമ്മളൊക്കെ കായിക ബലം അവനുണ്ടെങ്കിൽ അവൻ ഇടിക്കും. അതൊന്നും പൂജ പരിഹാരമാകില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾ ഭാഗ്യാന്വേഷിയായ ഒരാൾ അവൻ കഠിനാധ്വാനം കൂടെ ചെയ്താൽ മാത്രമേ അവൻ ഉയരത്തിലെത്തൂ. അവൻ ഉയരത്തിലെത്തുമ്പോൾ അവൻ എന്ത് തിരിച്ചറിയണം? തൻ്റെ ഉയരത്തിൽ, തൻ്റെ തലയ്ക്ക് മുകളിൽ മറ്റൊരാളുണ്ട്. അതാരാണ്? സർവശക്തനായ, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു മഹാപുരുഷനുണ്ട്. അത് അവിടെ ജാതി മതങ്ങളൊന്നുമില്ല. ദൈവത്തിന് ഒരു ജാതിയും മതങ്ങളും ഒന്നുമില്ല, ഒരു രാഷ്ട്രീയമില്ല. നീ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഫലം നിനക്ക്. അതേത് ഫലം? കർമ്മമനുസരിച്ചുള്ള താൽക്കാലിക ഫലമല്ല. ഒരു കർമ്മം നീ ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങൾ നിനക്ക് അനുഭവിക്കാനുള്ള ആ ദുരന്തം നല്ലതാണെങ്കിൽ നന്മയുടെ വശത്തും, ഇല്ലെങ്കിൽ ദുരിതം പൂർണ്ണമായ അന്ധകാരത്തിലും നീ വീഴും. അന്ധകാരം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പം ഇരുട്ടല്ല, അതീവ പ്രകാശമുള്ള ഒരു സ്ഥലമാണെങ്കിൽ കൂടി നീ ദുരന്തങ്ങൾ, അന്ധകാരം, മനസ്സന്ധകാരത്തിലായിപ്പോയി. നിനക്ക് വെളിച്ചമില്ല മുമ്പിലേക്ക് നടക്കാൻ, ആത്മജ്ഞാനം ഉണ്ടാകുന്നില്ല, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ എന്താണ്? അന്ധത. ഈ എല്ലാ കണ്ണുകൾ, നല്ല തിളക്കമുള്ള കാഴ്ചയുള്ള കണ്ണുകൾ ഉണ്ടായിട്ടും ഉള്ളിൽ ആത്മജ്ഞാനം കെട്ടുപോയിട്ട് ആ ആത്മജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. നിന്നെ ദൈവം കൈപിടിച്ച് നടത്തി, ആ പടിക്കെട്ടുകൾ കയറ്റി നിന്നെ ഏറ്റവും മുകളിൽ കൊണ്ടിരുത്തി. നീ താഴേക്ക് നോക്കുമ്പോൾ താഴെ എല്ലാ മനുഷ്യരുടെയും തലകൾ മാത്രമേ ഉള്ളൂ. ഭാഗ്യമില്ലാത്തവരുടെ തലകളാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. എൻ്റെ മനസ്സിനെ സ്പർശിച്ച എനിക്കൊരു സന്ദേശം വന്നു മൊബൈലിൽ. അപ്പോൾ അത് എനിക്ക് വളരെ
ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം ഞാൻ ആ വിഷയം എന്താണെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും അതെന്നെ വേദനിപ്പിക്കുന്നതാത്തത് കൊണ്ടും അത് ആരെയൊക്കെ സന്തോഷിപ്പിച്ചാലും അത് എനിക്ക് വേദനയായിട്ടുള്ളത് കൊണ്ടും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എനിക്ക് വന്ന ഒരു മൊബൈലിൽ വന്ന ഒരു സന്ദേശം, ഞാൻ ബാക്കിയൊന്നും ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ആ സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഒരാൾ എഴുതിയ കത്താണ്. ഒരു പെൺകുട്ടി എഴുതിയത് വേട്ടയാടപ്പെട്ടവൾക്കൊപ്പം. ഇതാണ് ഈ കഥയുടെ ഹെഡിങ്. ഈ കഥയല്ല, എൻ്റെ മൊബൈലിലേക്ക് വന്ന ഈ ഒരു കണ്ടൻ്റാണിത്. അത് ബാക്കിയൊക്കെ നിങ്ങൾക്കറിയായിരിക്കും. ഞാൻ ഈ വിഷയം വായിക്കുമ്പോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സാമിക മഹർഷിയുടെ മകൻ ശിങ്കൻ്റെ ശാപഫലത്താൽ ഒരു രാജാവായിട്ടും അധികാരവും ധനവും ഉണ്ടായിട്ടും പരീക്ഷിത്ത് രാജാവിന് ശാപഫലം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഞാനിത് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ശാപഫലം, ഒരു ശാപം ഫലിക്കും. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അത് ഫലിക്കും. അപ്പോൾ ഇതിനകത്ത് പ്രിയപ്പെട്ടവളെ, നീ അതിജീവിതയല്ല, വേട്ടയാടപ്പെട്ടവളാണ്. വേട്ടയാടപ്പെടുമ്പോൾ സഹിച്ച അപമാനം, നിസ്സഹായമായ നീ ഒഴുക്കിയ കണ്ണീര് പൊള്ളിക്കുന്നുണ്ട് ഓരോ മനസാക്ഷിയെയും. നീ വേട്ടക്കാരൻ്റെ മടയിലേക്ക് കയറിച്ചെന്നവളല്ല, നിന്റെ തൊഴുത്തിനടുത്തേക്ക് വേട്ടനായെ ഓടിച്ചു കയറ്റിയതാണ്. അതിന് കാരണക്കാരാരായാലും അവരുടെ മേൽ. അടുത്ത പാരഗ്രാഫാണ്. അഭിമാനത്തെ മറ്റെന്തിനേക്കാൾ വിലമതിക്കുന്ന അമ്മമാരുടെ, സഹോദരിമാരുടെ, ഇനിയും ജനിക്കാനിരിക്കുന്ന പെൺഭ്രൂണങ്ങളുടെ പോലും ശാപമുണ്ടാകും. എന്ത് കഠിനമായ വാക്കാണെന്ന് ആലോചിക്കണം. ഇനി ജനിക്കാനിരിക്കുന്ന പെൺഭ്രൂണങ്ങളുടെ ശാപം എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നാണ്. ശാസ്ത്രം പറയുന്ന XY ക്രോമസോമുകൾ എന്ന് പറയുന്ന ആ ഭ്രൂണമുണ്ടല്ലോ, ആ ഭ്രൂണമായി നമ്മുടെ ഈ ശരീരത്തിലൂടെ പരിവർത്തനം ചെയ്യപ്പെട്ട് ഭ്രൂണമായി മാറുന്നവൻ്റെ ശാപം പോലും നീ അനുഭവിക്കേണ്ടി വരും. ഈ ചെയ്തവർ ആരാണെങ്കിലും എന്താണെങ്കിലും അനുഭവിക്കേണ്ടി വരും എന്നാണ് ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വന്ന മെസ്സേജിനകത്ത്. പെണ്ണിൻ്റെ മാനം അപമതിക്കപ്പെടുന്നിടത്ത് എന്നും സാമ്രാജ്യങ്ങൾ ഇടിഞ്ഞു വീണിട്ടേ ഉള്ളൂ. ഒറ്റമുണ്ടുടുത്തിരുന്ന ദ്രൗപദി മഹാരഥന്മാരുടെ മുമ്പിൽ വെച്ച് അവഹേളിക്കപ്പെട്ടു. ന്യായാസനങ്ങൾ തലകുനിച്ചല്ലാതെ അവൾക്കും നീതി ലഭിച്ചില്ല. അവളുടെ ആർത്തനാദവും വിലാപവും കേൾക്കാൻ ഒരു ബധിരകർണവും ഉണ്ടായില്ല. ഇത് നമ്മൾ ഇതിൻ്റെ ഓരോ വരികളും നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പലവട്ടം കേൾക്കണം, ഒരു വട്ടമല്ല. എൻ്റെ മനസ്സിനെ അഗാധമായി സ്പർശിച്ചതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വായിക്കുന്നത്. എന്നാൽ ആ കണ്ണീർ, ആ വിലാപം അതിൻ്റെ ശക്തമായിരുന്ന ഒരു രാജവംശത്തിൻ്റെ പതനത്തിന് കാരണമായി. ആ മഹാദുരന്തം തടയാൻ ഒരു മഹാരഥന്മാർക്കും കഴിഞ്ഞോ? ഇത്രയും യുദ്ധവീരന്മാരുണ്ടായിട്ടും ആ സാമ്രാജ്യങ്ങളെല്ലാം തകർന്നു വീണില്ലേ? ആ തകർന്നു വീഴുന്നതിനകത്തുള്ള വിഷയങ്ങൾ നമ്മൾ വേറെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊണ്ടുവരാം. പക്ഷേ ഇത് ഒരു സ്ത്രീ എഴുതിയതാണ്. നമ്മളത് ആലോചിക്കണം. കഴിഞ്ഞ ദിവസം നടന്ന ആ വേട്ടയാടപ്പെട്ട ആ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ വെന്ത് നീറുന്നതിൻ്റെ ഒരു നഗ്നത മുഴുവൻ, തൻ്റെ ശരീരത്തിൻ്റെ നഗ്നത മുഴുവൻ ആ വേട്ട നായ്ക്കളുടെ മുമ്പിൽ അടിയറ വെച്ച് അലറിക്കരഞ്ഞിട്ടും അരുതേ എന്ന് പറഞ്ഞിട്ടും തനിക്കുണ്ടാകുന്ന സമ്പത്തും എത്ര പണം വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ ഓടുന്ന വണ്ടിക്കുള്ളിൽ വെച്ച് ഭീകരമായി വേട്ടയാടപ്പെട്ട ആ പെൺകുട്ടിയെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ പറ്റുക? എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക? ലക്ഷോപലക്ഷം ജനങ്ങൾ വെന്ത് നീറുന്ന വേദന. എന്നെ എത്ര പേരാണ് വിളിക്കുന്നത്, സ്വാമി ഞാൻ ഈ പ്രോഗ്രാം ഇത് പറയണമെന്ന് വിചാരിച്ച ഒരാളല്ല, പക്ഷേ ഇത് പറയപ്പെടാൻ വേണ്ടി എത്രയോ ആൾക്കാരാണ് വിളിക്കുന്നത്. ഇതിൻ്റെ നീതിന്യായങ്ങളോ ഇതിൻ്റെ ശരിതെറ്റുകളോ അല്ല, പക്ഷെ ഒരു പെൺകുട്ടി വേട്ടയാടപ്പെട്ടു അതിദാരുണമായി. അതിന് ആരൊക്കെയാണോ കൂട്ടുനിന്നത്, ആരൊക്കെയാണോ അതിൻ്റെ പിന്നിലും മുന്നിലും നിന്നത്, അവരെല്ലാം തന്നെ തലമുറകൾ അതിഭീകരമായ മഹാദുരന്തത്തിന് അടിമയാവുന്നുള്ള ഒരു കർണേഷി പ്രത്യങ്കര ഉപാസകനാണ് പറയുന്നത്. ഞാൻ ഇന്ന ആളെന്ന് പറയുന്നില്ല. ആരൊക്കെയാണോ അത് ചെയ്തു കൂട്ടിയത് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതിൻ്റെ ബാക്കിയൂടെ ഞാൻ വായിക്കാം. പ്രിയമുള്ളവരെ, നിന്റെ അഭിമാനത്തിന് നീ ഒഴുക്കിയ കണ്ണീര്, നിന്റെ ഉറങ്ങാത്ത രാവുകൾക്ക് പ്രകൃതി നൽകുന്ന ഒരു വിധിയുണ്ട്. ആ വിധിക്കായി കാത്തിരിക്കൂ, ഒപ്പം നിന്റെ പോരാട്ടം തുടരൂ. കാരണം കണ്ണുമൂടപ്പെട്ട നീതിപീഠത്തിന് അവമതിക്കപ്പെട്ട തെളിവുകൾ വേണം. എന്നാൽ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരെന്നേ വിധി എഴുതി കഴിഞ്ഞു. ജുഡീഷ്യറിയും സിസ്റ്റവും എപ്പോഴും വിശ്വാസം നഷ്ടപ്പെട്ടില്ല എന്ന് കരുതുമ്പോഴും PR വർക്കും ധനക്കെടുപ്പും കൊഴുപ്പും കൊണ്ട് ആർത്തി പൂണ്ട ആരൊക്കെയോ, ഞാൻ ആ പേര് പറയുന്നില്ല,
ആരൊക്കെയോ ആർക്കൊക്കെയാണോ ഇത് ഈ ശാപം ചെന്ന് പറ്റാൻ പോകുന്നത്, അവർക്ക് പിടിച്ചു നിൽക്കാൻ ദൈവത്തിൻ്റെ കാൽപാദങ്ങൾ ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ കൈപ്പത്തികൾ ഉണ്ടാകട്ടെ. ഒരു ദൈവത്തിനും അനുഗ്രഹിക്കാനോ അവരുടെ മുമ്പിൽ അനുഗ്രഹിക്കാനോ അവർക്ക് മോക്ഷം കൊടുക്കാനോ പറ്റാത്ത വിധത്തിലുള്ള മരണമില്ലാത്ത രാവുകളായി തീരും എന്നുള്ള ഒരു വലിയ സത്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് ജയിലറെ കിടക്കുന്നു ഒന്നൊന്നല്ല. ആരൊക്കെയാണോ ആ പെൺകുട്ടിയുടെ ഒറ്റപ്പെട്ടു പോയ പെൺകുട്ടിയുടെ മനസ്സിനെ, പെൺകുട്ടിയുടെ ശരീരത്തെ, പെൺകുട്ടിയുടെ ആത്മാവിന് നൊമ്പരമുണ്ടാക്കിയത്, വേദന ഉണ്ടാക്കിയത്, അവർ അനുഭവിക്കാൻ പോകുന്ന വിപത്തെന്നല്ല, തലമുറകൾ, 3-ാം തലമുറ എന്ന് പറയുന്ന വംശനാശം എന്ന മഹാദുരിതങ്ങൾക്ക് അടിമപ്പെട്ട് വളരെ ഭീകരമായ ദുരന്തം. ഞാൻ ഓരോരുത്തരെ ഞാൻ വെറുതെ ഇരുന്ന് ഇതുപോലെ വാർത്ത പറയുന്ന ഒരാളല്ല. എത്രയോ മനുഷ്യരുടെ നൊമ്പരങ്ങൾ. ജീവിതം മതി എന്ന് ഞാൻ കല ടീച്ചറോടത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, മതി ടീച്ചറെ, ഇതൊന്നും കേൾക്കാനോ സഹിക്കാനോ വയ്യ, നമുക്ക് ജീവിതം ഇത് മതി എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞതിൽ നിന്നാണ് ഇത് ഉണ്ടായത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അപമാനിതനും ആ രാത്രി നിന്നിൽ അഗ്നിയായി ജ്വലിക്കണം. അപമാനിതനായ ആ രാത്രി, ആ സ്ത്രീ, നിനക്ക് രാത്രി അപമാനമുണ്ടായിട്ടുള്ള ആ രാത്രി ഉണ്ടല്ലോ, ആ രാത്രിയിൽ നീ ഒരു അഗ്നിയായി ജ്വലിക്കണം. നീ ആ അഗ്നി നിന്റെ അഭിമാനത്തെ ചുട്ടരിച്ച കിരാതവർഗത്തെ ഉന്മൂലനാശം വരുത്തട്ടെ. അതാരാണോ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്, നിന്നെ ചവിട്ടി മെതിക്കപ്പെട്ട നിന്റെ ജീവിതം, വേട്ടയാടപ്പെട്ട നിന്റെ ജീവിതം, ആരൊക്കെയാണോ അതുമായിട്ട് ബന്ധമുള്ളത്, ആരൊക്കെയാണോ അത് ചെയ്തു തീർത്തത്, നിന്റെ അഭിമാനത്തെ ചുട്ടരിച്ച കിരാതവർഗത്തെ ഉന്മൂലനാശം വരുത്തട്ടെ. അതിനായി നീ പോരാടൂ. ഈ യുദ്ധത്തിൽ മനസാക്ഷിയുടെ പക്ഷമെന്നും നിനക്കുണ്ടാകും എന്നാണ് എനിക്ക് വന്ന ഈ ഒരു സ്ത്രീയുടെ വേദനയാണ്. ആ സ്ത്രീയോടൊപ്പമാണ് ഞാൻ കഴിഞ്ഞത്. ഇത് കല ടീച്ചർ എഴുതിയതാണ്, അവരുടെ വാട്സപ്പിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ്. എൻ്റെ കൂടെ ഇല്ല, ഞാനിവിടെ വന്നപ്പോൾ, ഞാനിവിടെ DNA ചാനലിൽ പ്രോഗ്രാം ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് അയച്ചു തന്നതാണ്. ഞാനിത് കേട്ടുകൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നു. എനിക്ക് ആ വാക്കുകൾ, അല്ലെങ്കിലും ടീച്ചർ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അവർ ആ വാർത്ത TV-യിൽ കണ്ടിട്ട് മുറിയടച്ച് കുറേ നേരം കിടന്നു. ഇന്നലെ മുഴുവൻ അവർ സംഘർഷഭരിതമായിരുന്നു. ഒരു സ്ത്രീയുടെ, അവരൊരു പ്രത്യേക മനസ്സുള്ള സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റാതെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവരെനിക്ക് എഴുതി അയച്ചു തന്നാണ് മൊബൈലിൽ. ഞാൻ ആദ്യം അവരുടെ പേര് പറയാത്ത നിങ്ങൾക്ക് ആദ്യം ഒരു ധാരണ വേണ്ട എന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഇതുപോലുള്ള ജനലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളത്തെ അറിയാവുന്ന, മലയാളം അറിയാവുന്ന, ഭാഷകൾ അറിയാവുന്ന, എന്തു പറഞ്ഞാലും തിരിച്ചറിയാൻ കഴിയുന്ന മനുഷ്യർ, ആ മനുഷ്യർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ വേദനയുടെ ശാപം, വേദനിക്കപ്പെട്ട ഈ ശാപം ഇതാരും ബോധ്യപ്പെടുത്താനുള്ളതല്ല. ഇപ്പോൾ കല ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് അവരുടെ എല്ലാ ലോകവും. ഞാൻ DNA-യിൽ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഇന്ന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് അയച്ചതാണ്. ഒരിക്കലും ഈ വിഷയം ഒരിക്കൽ കൂടി ഞാൻ സംസാരിച്ച് കഴിഞ്ഞ വിഷയമാണ്. ഇനി ഒരിക്കലും അതിനാരെങ്കിലും കുറ്റപ്പെടുത്താനോ ഇതാണതിൻ്റെ ശരിയെന്നും അതിൻ്റെ തെറ്റാണെന്നും പറഞ്ഞ് അതായത് വിധിന്യായങ്ങളിലൂടെ എന്തെങ്കിലും സംസാരിച്ച് ഈ യൂട്യൂബിൽ വന്ന് നമ്മുടെ DNA-യിൽ വന്ന് കുറേ ആൾക്കാരെ കൂട്ടാനൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. ഇതൊരു സ്ത്രീയുടെ വേദനയാണ്. വേട്ടയാടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ നിങ്ങളൊന്ന് ആലോചിച്ചു, എന്ത് ക്രൂരമാണ്. ഇവരൊക്കെ മനുഷ്യരാണോ? അവൻ 30,000 രൂപയുടെ ഷൂ ധരിച്ചിട്ടും, അവൻ വില കൂടിയ ഷർട്ട് ധരിച്ചിട്ടും, അവൻ 1 ലക്ഷം രൂപയുടെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടൊക്കെ എന്ത് കാര്യം? എടാ, നിനക്ക് അമ്മ പെങ്ങന്മാരില്ലേ? നിനക്ക് സഹോദരിമാരില്ലേ? നീ പ്രസവിച്ച ഒരു സ്ത്രീയുടെ നിന്നെ പ്രസവിച്ച ഒരു സ്ത്രീയില്ലേ? നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? ആർക്ക് വേണ്ടിയാണ് ചെയ്തെങ്കിലും നിനക്ക് നശിക്കാൻ നിന്റെ സർവനാശം പ്രവചിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. കാരണം നിങ്ങൾ ചെയ്ത തെറ്റ്, ആ തെറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ്. എൻ്റെ മുമ്പിൽ എത്രയോ തലമുറകൾക്ക് മുമ്പ് ഒരു മജിസ്ട്രേറ്റ് പണത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു പാപത്തിൻ്റെ ഫലം അനുഭവിക്കാൻപ്പെട്ട ഒരു വലിയ കുടുംബത്തിൻ്റെ ആ തകർച്ച മുമ്പിൽ ഞാൻ കണ്ടതാണ്. ഞാൻ അദ്ദേഹം അന്ന് സമൂഹം അറിയപ്പെടുന്ന ഒരു വലിയ നീതി ന്യായമായിട്ട് ബന്ധപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധം, അറിയാതെ പറ്റിയൊരു അബദ്ധത്തിൻ്റെ ഫലം പോലും വന്ന് അനുഭവിക്കേണ്ടി വന്ന മഹാവിപത്തിന് എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. എനിക്ക് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ ദുഃഖദുരിതങ്ങൾ ഒരുപാട് കേൾക്കുന്ന ഒരാളാണ്, ഒരുപാട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കോപാകുലനൊക്കെ ആയിരുന്നിരിക്കും. ഒരു സ്ത്രീയെ നശിപ്പിക്കുന്നതിൻ്റെ, സ്ത്രീ എന്ന് എഴുതി വെച്ചാൽ അതിന് മുമ്പിൽ 2 മിനിറ്റ് നിൽക്കുന്ന അവസ്ഥയിലുള്ള ചില പുരുഷന്മാരുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ഞാൻ ഇതുപോലെയാണ് പറയുന്നത്. എന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ അവരെക്കുറിച്ചൊന്നും ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല, ഇല്ലേ?
അപ്പോൾ ഈ ടീച്ചർ ഇന്നലെ ആ വാർത്ത അങ്ങനെ ടി വി ഒന്നും കാണാറില്ല, കണ്ടുകൊണ്ടിരുന്നിട്ട് പോയി മുറി അടച്ചു കിടന്ന് നമ്മൾ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ എത്രയെത്ര സ്ത്രീകൾ, എത്രയെത്ര പെൺകുട്ടികൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകും. എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ ഏറ്റവും ഒപ്പം നിൽക്കുന്ന ആൾ, ഭക്ഷണം തന്ന ആൾ, അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ഒപ്പം സഞ്ചരിക്കുന്ന ആൾ, വിശ്വസിച്ചിരുന്ന ഒരാൾ, അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇത് ആലോചിക്കൂ. അത് നഗ്നത പകർത്തുക അല്ലേ, അവരുടെ സ്വകാര്യതയല്ലേ അതൊക്കെ. ഇത് വിദേശ രാജ്യങ്ങളിലെ ബ്ലൂ ഫിലിം കമ്പനിയൊന്നും അല്ലല്ലോ ഇല്ലേ. അതിനുവേണ്ടി അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, തുണി അഴിച്ചിട്ട് എന്ത് വേണമെങ്കിലും കാണിക്കുന്ന ഇത് ബ്ലൂ ഫിലിമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം അഭിനയമാണ്, എല്ലാം അഭിനയിക്കുന്നവരാണ്, അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. അതാണോ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച ആരും ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വരാൻ പോകുന്ന മഹാദുരന്തം ഒരു ദൈവത്തിനും രക്ഷിക്കാൻ കഴിയില്ല, ഒരു തന്ത്രശാസ്ത്രവും രക്ഷിക്കാൻ കഴിയില്ല, ഒരു ആഭിചാരകർമ്മത്തിനും രക്ഷിക്കാൻ കഴിയില്ല. ദുരന്തമായിട്ടുള്ള വൈതരണി നദിയിലേക്ക് വീണ് പുഴുക്കൾ അരിച്ചു തുടങ്ങുന്ന പ്രേതാത്മാവിന് പോലും മോക്ഷമില്ലാത്ത വിധം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തു നീചമാണ് ഈ രാജ്യത്ത് നടന്നത്. പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയ അബലയായ സ്ത്രീകൾ, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഒരു ഭാഗ്യലക്ഷ്മിയെ പോലെ ഒരാൾ വന്ന് ഇപ്പം സംഘടനയൊക്കെ ഇറങ്ങി പറഞ്ഞത് കാര്യമില്ല. ഇത് സംഭവിച്ചിരിക്കുന്നു, അതിൻ്റെ പിന്നിലാരും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വേദനയിൽ പങ്കുചേരുന്നു. ആ പെൺകുട്ടിയുടെ ഹൃദയവേദനയിൽ, അവൾ അപമാനിക്കപ്പെട്ടതിൻ്റെ, അല്ലെങ്കിൽ ഇത് ഒന്നിനും വേണ്ടിയിട്ടല്ല. ഞാൻ DNA ചാനലിൽ പ്രോഗ്രാം പറയുന്നത് ഒന്നിനും വേണ്ടിയിട്ടല്ല. ഞാനിതിൻ്റെ ഒരു സത്യം വിളിച്ചു പറയുകയാണ്. കാരണം ടീച്ചറിന് അത് സഹിക്കാൻ പറ്റാത്തത്, അവർ നല്ലവണ്ണം എഴുതുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഞാനോട്ട് വഴക്കുണ്ടാകുന്നതൊക്കെ തന്നെ ഈ അവരുടെ ഒരു ഐഡൻറ്റിറ്റി, പ്രത്യേകിച്ച് ഞാനുമായിട്ട് തർക്കിക്കുകയൊക്കെ ചെയ്യും. ഞാനാണെങ്കിൽ ഒരു വഴക്കുണ്ടാക്കാനായിട്ടിരിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും പറഞ്ഞ ഒരു വഴക്കൊക്കെ ഉണ്ടാക്കി ഒരു ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സാത്വികമായി ജീവിക്കുന്നൊരു സ്ത്രീയാണ്. ശ്രീ രവിശങ്കറിൻ്റെ ലോകത്ത് ഇങ്ങനെ ജീവിച്ച്, ശ്രീ രവിശങ്കറാണ് ഈ ദൈവത്തിൽ ഭൂതാനായ ഒരു വലിയ മനുഷ്യൻ. അത് ശരി, അങ്ങനെ പൊക്കോട്ടെ, വേറെ ശല്യമൊന്നുമില്ല. അങ്ങനെ ഗുരുവിനെയും ഭർത്താവിനെയും മഹാനായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു നൊമ്പരം അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇന്നലെ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവരെൻ്റെ മൊബൈലിൽ ഈ മെസ്സേജ് അയച്ചു. എനിക്കത് പറയണമെന്ന് തോന്നി. അത്ര തീഷ്ണമായിട്ടുള്ള വാക്കുകൾ, ഒരു സ്ത്രീയുടെ ഹൃദയവേദന. അത് നിങ്ങൾ കേട്ടു നോക്കിയില്ലേ? നിങ്ങൾ ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്ത് കേട്ടു നോക്കൂ. ഒരു സ്ത്രീയുടെ മനസ്സ് അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വായിക്കണം തോന്നി. ആദ്യമേ ഞാൻ ടീച്ചറാണ് എഴുതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മുൻധാരണയുണ്ടാകും. പക്ഷേ ഇതല്ല. ഇതേപോലുള്ള എത്രയോ പേർ എൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം സ്വാമി രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞാണ്. രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, സ്വാമി മുകേഷിനെയും ഗണേശനെയും കുറിച്ച് പറയൂ എന്താ പറഞ്ഞാൽ. ഞാൻ ഇന്നലെയും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഗണേശനും മുകേഷിനും ഒക്കെ സ്ത്രീകളുമായിട്ടൊക്കെ ഈ ലോകത്ത് ഒരുപാട് ആണുങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ചെയ്തു, നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞ് കൊച്ചുണ്ടാക്കി തരൂ, നീ എനിക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കി തരുമോ, നിനക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ബലാത്സംഗം ചെയ്യണോ, ലോക രാജ്യത്തോടൊത്തും കാണില്ല. അത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അവിടെയും ഇനിയിപ്പം കോടതി നിയമത്തിൻ്റെ വ്യവസ്ഥിതികളും അവിടെ തെളിവുകൾ, എവിടെ പോയി തെളിവുണ്ടാക്കാനാണ്? ഇത് അവളിലേക്ക് ഒഴുക്കിക്കളഞ്ഞ ബീജം നമ്മളെവിടെ പോയി എടുത്തു കൊടുക്കും? എന്നാലേ തെളിവാവുള്ളൂ. നിൻ്റെ ബീജസങ്കലനം നടന്ന സ്ഥലം എവിടെയാണ്? എത്ര ഔൺസ് ബീജം ഉണ്ടാകുമ്പോഴാണ് നിനക്ക് കുട്ടികൾ ജനിക്കുന്നത്? ആ കുട്ടി എനിക്കുള്ളതാണ്, ഇങ്ങോട്ട് തന്നോളൂ എന്നൊക്കെ നമുക്കൊരു തെളിവുകൾ ഉണ്ടാക്കാനില്ല. ഈ നഷ്ടപ്പെട്ട പെൺകുട്ടിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ കലിയുഗത്തിൽ സംഭവിക്കുന്നതാണ്. കലിയുഗത്തിൽ ഇത്തരം വിഷയങ്ങൾ സംഭവിക്കും, ഇതിലും കൂടുതൽ സംഭവിക്കും. ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ പോലെ അച്ഛൻ ഉപയോഗിച്ചിട്ടുണ്ട് സ്വാമി. ഞാൻ നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് ജീവിതത്തിലൊരു ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ വിഷയം ഉണ്ടായിട്ടില്ലേ? അച്ഛനിൽ നിന്ന് ഉണ്ടായി സ്വാമി. 6-7 വയസ്സുള്ളപ്പോൾ ആ സ്വന്തം പിതാവ്, ഇതൊക്കെ ഇവനെയൊക്കെ പിതാവെന്ന് പറയണേ. എന്നിട്ട് അതിൻ്റെ ഏറ്റവും വലിയ എന്നിട്ട് അവർ പറയും, അച്ഛനാണ് ഞങ്ങളെ വളർത്തിയെ നോക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പം കണ്ണും കാലും ഒന്നും വയ്യാതെ അവിടെ കിടപ്പുണ്ട്, ഞങ്ങളെ എന്നെ നോക്കുന്നത്. അപ്പോൾ മനുഷ്യൻ അധപ്പതിക്കും അല്ലേ? മനുഷ്യൻ്റെ അധപ്പതനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. വളരെ ആ അധപ്പതനം അവൻ നിലം പതിച്ചു പോവും. അവിടുന്ന് അവന് ഉയർത്തെഴുന്നേക്കാൻ പറ്റില്ല. അവൻ്റെ അവസാനത്തേക്ക് പോയി അവൻ്റെ ഒരു കിടപ്പുണ്ട്. നമ്മളെല്ലാം മനുഷ്യരും അതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കിടക്കുന്ന നമ്മൾ രാവിലെ ഇവിടെ വന്നിരുന്ന് ഞാനിതാ രാവിലെ ഇങ്ങനെ ഇത്രയും പ്രശ്നപ്പെടാൻ നടത്തി ഇവിടെ വന്ന് നിങ്ങളടുത്തൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു. നാളെ ഇവിടെ വന്നിരുന്ന വീണ്ടും ഇത്തരം കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്, നിങ്ങളിത് കേട്ടോളൂ പറയാൻ പറ്റൂ? ഒരു ഉറപ്പും ഇത്തരം കാര്യങ്ങൾക്കകത്തില്ല.
നമ്മൾ അന്നന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ, അന്നന്ന് കാണുന്ന പ്രഭാതം, അന്നത്തെ പകലുകൾ, രാത്രികൾ, നീ കഴിയുന്നതും നീ നല്ല ഗന്ധം മാത്രം, നല്ല ഭക്ഷണം കഴിക്കുക. അപ്പം നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണമല്ല, നീ പ്രകൃതിയിൽ നിന്ന് ഏറ്റവും സുലഭമായി നിൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള, നിന്നെ നിലനിർത്തുന്ന നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ചിന്തകൾ ഉണ്ടാകുക, നല്ല വാക്കുകൾ ഉണ്ടാകുക, മറ്റുള്ളവൻ്റെ ദുഃഖം അനുഭവിക്കുന്നുള്ള ദുഃഖത്തെക്കുറിച്ച് അറിയുക. ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു മനുഷ്യൻ ജനിച്ചു മരിക്കുന്നവരെയുള്ള ആ കാലഘട്ടം, ജനിച്ചു ജനനത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള യാത്ര, അത് ആ യാത്രയിൽ നമ്മൾ കടന്നു പോകുന്ന വഴികൾ, ഈ വഴികളെക്കുറിച്ചൊക്കെ നമ്മൾ നല്ല ധാരണയുണ്ടാകണം. ധാരണയുണ്ടായില്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന കാലം, ഞാൻ എപ്പോഴും പറയുന്ന, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പറയുകയാണ്, ജീവിതത്തിൻ്റെ അവസാന കാലം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധമായിരിക്കണം. സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിതം, സന്തോഷഭരിതമായൊരു ജീവിതം, ദുഃഖദുരിതങ്ങളില്ലാത്തൊരു ജീവിതം, അത്തരത്തിലൊരു ജീവിതമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടത്. അതിനുള്ള കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.